നമുക്കിപ്പോൾ കോളേജിൽ ഇരുന്ന് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾക്ക് കിട്ടുന്നത് ദ തിയറിറ്റിക്കൽ നോളജസ് അസ്യൂമിങ് എവ്രിതിങ് ഇൻ ഐഡിയൽ കണ്ടീഷനാണ്. സ്റ്റിറപ്പ് 135 ഡിഗ്രിയിൽ നമ്മുടെ ഡക്റ്റൈൽ ഡീറ്റെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് എർത്ത് ക്വേക്കിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് 135 ഡിഗ്രി ബെൻഡ്. വി വിൽ ബി ഗിവിങ് ഈക്വൽ ഇമ്പോർട്ടൻസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് ബിൽഡിങ്ങിൻ്റെ ലൈഫിനായിരിക്കും. സോ വി വിൽ നോട്ട് ബി റെഡി ടു കോംപ്രമൈസ് ഓൺ സെർട്ടൻ തിങ്സ്. ക്ലയൻറ്റ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി ഗിവിങ് പ്രയോറിറ്റി ടു ടൈംലി കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. ഫോർച്ചുനേറ്റ്ലി നമുക്ക് സിവിൽ എൻജിനീയേഴ്സിനാണ് അതിനൊരു ഭാഗ്യം കിട്ടുക. അപ്പോൾ വൺ ഓഫ് ദി മോസ്റ്റ് എന്താ പറയുക ബ്ലെസ്ഡ് പ്രൊഫഷനായിട്ട് ഞാൻ കാണുന്നത് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് സർട്ടിഫിക്കറ്റ്സ് ഓർ ഗ്രാജുവേഷൻ ഓർ ഇറ്റ് ജസ്റ്റ് ക്ലെയിമിങ് ദാറ്റ് വി ആർ എൻജിനീയേഴ്സ്. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. മോസ്റ്റ് ഓഫ് ദ സൈറ്റിൽ അവരങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ കൊടുക്കാറില്ല. നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്, എഞ്ചിനീയർ ദിവ്യ ദിവാകർ മാം. ഷീ ഈസ് എ സ്ട്രക്ചർ എഞ്ചിനീയർ ആൻഡ് ഓൾസോ എ ചാർട്ടേഡ് എഞ്ചിനീയർ, quality analyst and managing director of Oxylum Ventures. She has over 18 years of experience in different sector. So മാമിനെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഹായ് ശില്പ. ഹായ് ഓൾ. സോ ഐ എം ദിവ്യ ദിവാകർ. ഞാൻ പ്രിൻസിപ്പൽ എഞ്ചിനീയറാണ് ഓക്സീലിയം കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ്. ആക്ച്വലി ഇറ്റ് ഈസ് ആൻ എഞ്ചിനീയറിംഗ് ഡിവിഷൻ ഓഫ് ഓക്സീലിയം വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞങ്ങൾ ഇപ്പോൾ ആർക്കിടെക്ചറൽ ഡിസൈൻ പ്ലസ് സ്ട്രക്ചറൽ ഡിസൈൻ പ്ലസ് ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഇതിൻ്റെ എല്ലാം തന്നെ ടേൺകി എക്സിക്യൂഷൻ കൂടെ ചെയ്യുന്ന ഒരു ഫേമാണ്. ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ആസ് എ ബ്രിഡ്ജ് ഡിസൈൻ എഞ്ചിനീയർ. ഐ എം എ CT അലുമിനി ടു. സോ ബ്രിഡ്ജ് ഡിസൈൻ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന സമയത്ത് മെട്രോസിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ബ്രിഡ്ജസ് ആൻഡ് മെട്രോസ്, നാഷണൽ ഹൈവേ പ്രോജക്ട്സിൽ അസോസിയേറ്റഡ് ആയിരുന്നു. ആൻഡ് ലേറ്റർ ഐ മൂവ് ഇൻ ടു ടീച്ചിങ് പ്രൊഫഷൻ. SCMS എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. ലേറ്റർ ഐ വാസ് പാർട്ട് ഓഫ് കൺസ്ട്രക്ഷൻ ഫിലോസഫി മാഗസീൻ ആസ് എൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ. ആൻഡ് പിന്നീട് ഞാൻ എൻ്റെ ഓൺ ഫേം ഓക്സീലിയം കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. കൂടുതലും നമ്മൾ ചെയ്യുന്നത് റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണ്, ബട്ട് സ്റ്റിൽ യു ഫോക്കസിങ് മോർ ഇൻ ടു സ്ട്രക്ചറൽ ഡിസൈൻ ഓഫ് റെസിഡൻഷ്യൽ, കമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ്. ഓക്കെ മാം, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. മാമിൻ്റെ ഈ പ്രൊഫൈലും ഈ ജേർണിയും കണ്ടിട്ട് ഒരു ക്യൂരിയോസിറ്റിയാണ്, എവിടെ നിന്നാണ് ഈ സ്ട്രക്ചർ എഞ്ചിനീയർ എന്നുള്ള ഒരു പാഷൻ സ്റ്റാർട്ട് ചെയ്തത്? വാസ് ദെയർ എനി മൊമെന്റ് യു ഫെൽറ്റ് ലൈക്ക് യെസ് ദിസ് ഈസ് മൈ പാത്ത്? ആക്ച്വലി ഞാനൊരു 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് രാമേശ്വരം അമ്പലത്തിലേക്ക് ഒരു ട്രിപ്പ് പോയായിരുന്നു. സോ അപ്പോൾ പാമ്പൻ പാലം അതൊക്കെ നമ്മൾ പരസ്യത്തിലൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ രാമേശ്വരത്ത് രാമേശ്വരം വേളാങ്കണ്ണി അങ്ങനെ കണക്റ്റഡ് ആയിട്ട് പോയതാണ്. ബട്ട് രാമേശ്വരത്ത് പാമ്പൻ പാലത്തിൻ്റെ അടിയിൽ പാലം എങ്ങനെയുണ്ടെന്ന് കാണാനായിട്ട് അച്ഛൻ കൊണ്ടുപോയതാണ്. അപ്പോൾ ഭയങ്കര നമ്മൾ ആ കുട്ടികളുടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അപ്പോൾ ഇത് സാധാരണ കോൺട്രാക്ടേഴ്സ് ആയിരിക്കുമോ പണിതത്, ആരാണ് പണിതത്, പിന്നെ കടലിലൂടെയാണല്ലോ ഈ പാലം പണിതേക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ അത് ആദ്യമായിട്ട് കാണുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എലമെന്റ് കൂടിയാണ്. അപ്പം അതിനെപ്പറ്റി സംസാരിച്ച് വന്നപ്പോഴത്തേക്കും അത് എൻജിനീയേഴ്സാണ് ഇത് പണിയുന്നത്. അപ്പം തന്നെ ഓക്കെ അവനൊരു എൻജിനീയർ ആവണം അല്ലേ ഞാനും എന്നൊക്കെയുള്ള സില്ലി ക്വസ്റ്റ്യൻസ് ആണ് അന്ന് ചോദിക്കുന്നത്. ബട്ട് പിന്നീട് അത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് മാറുന്നത് ബിടെക് എല്ലാം പഠിച്ചതിന് ശേഷം. എൻ്റെ ഫാമിലി ശരിക്കും ഒരു സിമെൻറ്റ് ലൈക്ക് ഡീലർഷിപ്പിലായിരുന്നു. അപ്പോൾ സിമെൻറ്റ് ബിസിനസ്, മാർബിൾ ബിസിനസ്, അപ്പം മെനി തിങ്സ് കണക്റ്റഡ് വിത്ത് കൺസ്ട്രക്ഷൻ സെക്ടർ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ എപ്പോഴും സംസാരിക്കുന്നതെല്ലാം കൺസ്ട്രക്ഷൻ, ബിൽഡേഴ്സ്, കോൺട്രാക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദേ വെയർ ഓൾസോ വെരി കോൺഫിഡൻറ്റ് ഞാൻ ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ എടുത്ത് ദേ ക്യാൻ സപ്പോർട്ട് മീ എന്നുള്ള രീതിയിലായിരിക്കണം അന്ന് അങ്ങനെ സജസ്റ്റ് ചെയ്തത്. ബട്ട് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മൈ ഗ്രാജുവേഷൻ ഒരു 1 year ഐ വാസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് അവർ ഫാമിലി ബിസിനസ്. അപ്പോൾ അതിനകത്ത് സിമെൻറ്റ് എടുത്തതിന് ശേഷമുള്ള കസ്റ്റമേഴ്സിൻ്റെ ടെക്നിക്കൽ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്ന പ്രോജക്ട്സിലേക്ക് ടെക്നിക്കൽ കൺസൾട്ടേഷൻ കൊടുക്കുന്ന ഒരു റോളായിരുന്നു എനിക്ക് ഫാദർ തന്നത്. അത് പല കാര്യങ്ങളും അഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ലൈക്ക് ചിലതിൻ്റെ ഒരു ബേസിക്സ് എനിക്കറിയാവും, ഇൻ ഡെപ്ത് എനിക്കറിയത്തില്ല. സോ ചില കാര്യങ്ങൾ പറയാൻ കുറച്ചും കൂടെ ഒരു ഇൻ ഡെപ്ത് നോളജ് വേണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ, ഞങ്ങളുടെ കുടുംബ വീടിൻ്റെ തന്നെ ഒരു റിനോവേഷൻ നടക്കുന്നുണ്ടായിരുന്നു, ഒരു എക്സ്റ്റൻഷൻ, ഒരു അഡീഷണൽ ഫ്ലോറും കൂടെ
ചെയ്യുന്നത്. അപ്പോൾ ഒരു ആർക്കിടെക്ട്, ഒരു കോൺട്രാക്ടിങ് ടീം, 2 കൂട്ടരൂടെ ചേർന്നിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വാസ്തു റിലേറ്റഡ് ഒരു ഇഷ്യൂ വന്നു. വാസ്തുവിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അവിടെ ഒരു റാമ്പ് ചെയ്തു. അപ്പൊ അതിന് വാസ്തുവിന് വേണ്ടിയിട്ട് ആ റാമ്പ് കട്ട് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ വന്നു. ഓക്കെ. അപ്പൊ ഇറ്റ് വാസ് വെരി ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് സ്ട്രക്ചറൽ എഞ്ചിനീയർ. അപ്പോൾ അതിനകത്തൊരു തർക്കമൊക്കെ വരുന്നതും അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ചർച്ചകളൊക്കെ വന്നതും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈവൻ ഫോർ എ സ്മോൾ റെസിഡൻഷ്യൽ പ്രോജക്റ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ വർക്കിൽ പോലും ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് ഒരു റോൾ ഉണ്ട്. സോ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻസ് പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഉണ്ടെങ്കിൽ പോലും ഒരു ഡേ ടു ഡേ അഫെയർസിൽ ഒരു ഇമ്മീഡിയറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് ഒരുപാട് റോളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒരുപാട് ഈ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിന് ഹൈ ഡിമാൻഡ് ഉണ്ടെന്നും അവർക്ക് കുറച്ച് റെലവൻസ്, ഒരു ഭയങ്കര ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. വളരെ ചെറുതിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കതിനകത്ത് ക്വാളിറ്റി നോക്കണം എന്നുള്ളത് ട്രെയിൻഡ് ആണ്. അച്ഛനും അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് എടുക്കാൻ പറ്റുന്നത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. That is how I became a structural engineer. Yes, that is the moment that I decided like, okay, fine, I'll become a structural engineer. Plus I took a diploma in Vastu too. Okay. Yeah. നമുക്ക് എല്ലാവർക്കും ഒരു ബിൽഡിങ്ങിന്റെ ബ്യൂട്ടി ആസ്വദിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ ഒരു ബിൽഡിംഗ് എങ്ങനെ ഭംഗിയായിട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ നോർമൽ പീപ്പിൾ ആസ്വദിക്കാറുള്ളൂ. ലൈക്ക് നമ്മുടെ ദുബായ് ബുർജ് ഖലീഫ ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ തന്നെ മാൾസ് ആയിക്കോട്ടെ, നമ്മൾ അത് എത്രത്തോളം ഭംഗിയായിട്ടിരിക്കുന്നു എന്നേ നോക്കാറുള്ളൂ. പക്ഷെ നമ്മൾ അതിൻ്റെ ഹിഡൻ ഹീറോസ് ബിഹൈൻഡ് ദം നമ്മൾ അവരെ നോക്കാറില്ല. അപ്പോൾ മാമിൻ്റെ ഒരു ഒപ്പീനിയനിൽ വാട്ട്സ് ദ മോസ്റ്റ് അണ്ടർറേറ്റഡ് തിങ് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡു? ആക്ച്വലി ഇത് എല്ലാ ആൾക്കാർക്കും ഒരു ഡൗട്ടാണ്. ചില ആൾക്കാർക്ക് സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്താണ് അവർ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് ആസ് ശില്പ പറഞ്ഞ പോലെ നമ്മൾ ഒരു ലെറ്റസ് ടേക്ക് എ ഹ്യൂമൻ ബീയിങ്. നമ്മളൊരാൾ നടന്നു വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അവരുടെ ഒരു ഔട്ട്ലുക്ക് ആണല്ലേ, അവരുടെ ഭംഗി, അവരുടെ സ്റ്റൈല്, ഹെയർ സ്റ്റൈല്, ഡ്രസ്സിങ് സ്റ്റൈല്. സോ അത് ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇമാജിൻ അദ്ദേഹത്തിന് ഒരു ജോയിൻറ്റ് പെയിൻ ഉണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, ഓർ ഹി ഓർ ഷീ ഈസ് വീക്ക്, സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നടക്കാനേ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവർ ഇൻറ്റൻഡ് ചെയ്യുന്ന വേയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നു. ലെറ്റ് ഇറ്റ് ബി ഇൻ വർക്ക്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. സോ എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് ആണ് ഒരു ബിൽഡിംഗ്. ഓഫ് കോഴ്സ് ഒരു ആർക്കിടെക്റ്റ് ചെയ്യുന്ന ആ ഒരു ബ്യൂട്ടിഫിക്കേഷൻ വർക്ക്, എനി ഷേപ്പ്, ഒരാളുടെ നോട്ടം അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്ന ഡിസൈൻസ് ആർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ഒരു കൊളാബറേഷൻ ആണെന്ന് വിചാരിക്കുക. ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്യുന്നൊരു ആർക്കിടെക്റ്റ് കൊളാബറേറ്റിംഗ് വിത്ത് ഒരു ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ റൈറ്റ് കോമ്പിനേഷനാണ് എപ്പോഴും ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ലൈഫിന് നല്ലത്. ബട്ട് ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ഓഫ് കോഴ്സ് ലുക്ക് കൊടുക്കുന്ന ഒരാൾക്ക് എന്നുള്ള നിലയ്ക്ക് ആർക്കിടെക്റ്റിനാണെങ്കിലും റൈറ്റ് നൗ പീപ്പിൾ സ്റ്റാർട്ടഡ് റിയലൈസിങ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് അത് റെലവൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസൈനിൽ കൺസിഡർ ചെയ്തില്ല എങ്കിൽ, കാണാൻ ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ബിൽഡിങ്ങിനകത്തേക്ക് വെള്ളം വരുന്നതിൻ്റെ ഇഷ്യൂസ്, ബിൽഡിങ്ങിന് ക്രാക്ക് വീഴുന്നതിൻ്റെ ഇഷ്യൂസ്, ഈവൻ കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒത്തിരി ഇപ്പം നമ്മൾ കാണുന്നില്ലേ പല വീഡിയോസ്, കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ പൊളിഞ്ഞു വീഴുന്നു. ഈവൻ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പില്ലർ കൊളാപ്സ് ആവും. അപ്പം ഭംഗി മാത്രമല്ല, സ്ട്രെങ്ത്തും സർവീസബിലിറ്റിയും രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു അവയർനെസ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ആസ് യു സെഡ്, റൈറ്റ്ലി സെഡ്, പല സ്ഥലത്തും നമുക്ക് അണ്ടർ റേറ്റഡ് ആണ്. ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് റെലവൻസ് ആയാലും ഈവൻ പേ ചെയ്യുന്ന ഫീ ആയാലും കുറച്ച് കുറവായിട്ട് തോന്നും. ബട്ട് ഇഫ് അറ്റ് ഓൾ എ പേഴ്സൺ ഓർ എ കമ്പനി ഈസ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ലോങ് ലാസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ്, അവിടെ he or she or that company will give equal importance to an architect and a structural engineer. That is what ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ചേഞ്ച് അതാണ്.
അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറേ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എടുക്കാനായിട്ട് മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതെ. ഇപ്പോൾ പുതിയ പുതിയ കോഴ്സസ് വരുന്നുണ്ട്, ട്രെയിനിങ്സ് വരുന്നുണ്ട്. അത് ഈവൻ നിങ്ങളുടെ തന്നെ കുറേ പാക്കേജസിനകത്ത് വൈ യു പീപ്പിൾ ഇൻക്ലൂഡഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഇസ് ബിക്കോസ് യു അണ്ടർസ്റ്റാൻഡ് ദ റെലവൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫീൽഡ്. So that is what we are seeing the change right now these days. യെസ് മാം. ഓക്കെ, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഡിസൈൻ ലോഡ്സിനെ പറ്റി പഠിക്കാറുണ്ട്, പിന്നെ എർത്ത് ക്വേക്സിനെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ മാം ഒരു ഓൺ സൈറ്റിൽ ഇറങ്ങി വർക്ക് ചെയ്യുമ്പോൾ കോളേജ് ലൈഫിൽ പഠിച്ച ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ മാത്രം പഠിച്ച ആ ഒരു ഇതും റിയൽ ലൈഫിൽ മാം ഓൺ സൈറ്റിൽ വർക്ക് ചെയ്തപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? Oh my God. It's a big thing. Like നമുക്കിപ്പോൾ കോളേജിൽ ഇരുന്ന് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾക്ക് കിട്ടുന്നത് ദ തിയറിറ്റിക്കൽ നോളജസ് അസ്യൂമിങ് എവ്രിതിങ് ഇൻ ഐഡിയൽ കണ്ടീഷനാണ്. ലൈക്ക് മെറ്റീരിയൽസ്, ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ്, മാൻ പവർ, വെരി ഗുഡ് മാൻ പവർ, ക്ലൈമറ്റ്, എല്ലാത്തിനും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ്, ഈവൻ വാട്ടറിൻ്റെ ക്വാളിറ്റി പോലും ഐഡിയൽ കണ്ടീഷൻസ് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഇരുന്ന് തിയറി പഠിക്കുന്നത്. എന്നാൽ അത് നമ്മൾ ഫീൽഡിലേക്ക് വരുമ്പോഴാണ്, ദോ വി ആർ അവെയർ ഓഫ് എർത്ത് ക്വേക്ക് ഡീറ്റെയിലിംഗ് വെൻ വി ആർ ഡിസൈനിങ് ഫോർ വിൻഡ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ബിൽഡിങ്ങിൻ്റെ ലൈഫിനെ പറ്റി നമ്മൾ അവെയർ ആണെങ്കിൽ പോലും നമ്മൾ ഫീൽഡിലേക്ക് ചെയ്യുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ചന്ദ്രൻ മേസ്ത്രിയെയും രാമൻ ചേട്ടനെയും അവിടുത്തെ ബംഗാളി വർക്കേഴ്സിനെയും ഐ എം നോട്ട് ബിലിറ്റിലിംഗ് ദം, ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് വി ആർ സീയിങ് ഇസ് വി ഓൾ നോ ഹൗ ഇമ്പോർട്ടൻറ്റ് എർത്ത് ക്വേക്ക് ഡീറ്റെയിലിംഗ് ഇസ്. ബട്ട് നമ്മൾ ഒരു 135 ഡിഗ്രി ബെൻഡ് കൊടുക്കുന്ന കാര്യം സ്റ്റിറപ്പിൽ ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അപ്പം തന്നെ നമ്മൾ കേൾക്കുന്ന ആൻസർ, എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ഇന്ന് വരെ എന്നോട് ആരും ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ബുക്കിൽ പഠിക്കാൻ എളുപ്പമാണ് മാഡം, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പാടാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഒരിക്കലും നമ്മുടെ കരിക്കുലത്തിലോ ക്ലാസ്സസിലോ നമുക്കൊരു ട്രെയിനിങ് കിട്ടുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ബീയിങ് വെരി ഡിപ്ലോമാറ്റിക് അറ്റ് സൈറ്റ്. സംടൈംസ് വാട്ട് ഹാപ്പൻസ് ഇസ്, ഇഫ് ഇറ്റ് ഈസ് എ മേജർ പ്രോജക്റ്റ്, ഒരു വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ അതിനകത്ത് ദേ വിൽ ബി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ഹാൻഡ്ലിങ് ഇലക്ട്രിക്കൽസ്, എ സിയുടെ ടീം ഉണ്ടാവും, ലൈക്ക് HVACയുടെ ടീം ഉണ്ടാവും, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ടീം ഉണ്ടാവും, ലിഫ്റ്റിൻ്റെ ടീം ഉണ്ടാവും. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുമിച്ച് വന്നൊരു ബിഗ് പ്രോജക്റ്റിൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ഇൻറ്ററാക്ട് വിത്ത് ദം, വി ഹാവ് ടു കൊളാബറേറ്റ് വിത്ത് ദം. ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ലാതെ ഒരുമിച്ച് കൈകോർത്ത് നിന്നാലാണ് ആ പ്രോജക്റ്റ് എഫക്റ്റീവ്ലി സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ചില സമയത്ത് നമ്മുടെ സ്ട്രക്ചറിന് ഡാമേജിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, മേ ബി മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് വി ആർ സീയിങ് ഇസ് സ്റ്റീൽ ഫാബ്രിക്കേറ്റേഴ്സ് സംടൈംസ്, or even plumbing consultants sometimes drilling holes within the structure without getting consent from us ഉണ്ടാവും. അപ്പം നമ്മൾ ഇതൊന്നും ടെക്സ്റ്റ് ബുക്സിലൊന്നും ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത സ്ട്രക്ചറിൽ ഇങ്ങനെ ഒരു ടീം വന്ന് ഹോൾ ഇട്ടാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഒരിക്കലും പഠിക്കുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരോടൊന്നും പിണങ്ങാതെ, അവരെ പറഞ്ഞ് മനസ്സിലാക്കി, മേക്കിംഗ് ദം അവെയർ അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇഫ് അറ്റ് ഓൾ യു ഡ്രില്ലിങ് എ ഹോൾ ഒരു തെറ്റായ രീതിയിൽ മെയിൻ സ്ലാബിൽ തന്നെ ചെയ്താൽ, മെയിൻ ബീമിൽ തന്നെ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്, സ്ട്രക്ചറിൻ്റെ ലൈഫിന് എന്താണ്. അപ്പോൾ അത് നമ്മുടെ അസംഷൻസിൽ നിന്നും വളരെ വ്യതിചലിച്ചു കൊണ്ടിട്ടുള്ള ചില ആക്ഷൻസ് ഹാപ്പനിങ് അറ്റ് സൈറ്റാണ്. നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഈവൻ ദോ വി ആർ ഡൂയിങ് ദി ഡിസൈൻസ്, എവറി ഡേ വി ആർ നോട്ട് ഗോയിങ് ടു സൈറ്റ് ആൻഡ് ചെക്കിങ് ഇറ്റ്. ഓഫ് കോഴ്സ് വി ഡു ഹാവ് റെഗുലർ ഇൻ്റർവെല്ലിലുള്ള ചെക്കിങ്സ് ഉണ്ടെങ്കിലും നമ്മൾ അവെയർ ആയിരിക്കില്ല അവിടെ ഒരു ഡ്രെയിൻ ഹോൾ ഇട്ടത് ഇങ്ങനെയാണ് എന്ന്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു സ്കിൽ, ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരായാലും, ഈവൻ ക്ലൈൻ്റ് ആയാൽ പോലും, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ഇസ് വെൻ വി ആർ ഡീലിംഗ് വിത്ത് റെസിഡൻഷ്യൽ പ്രൊജക്റ്റ്. അവിടെ ഇമോഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ എർത്ത് ക്വേക്ക് ഡീറ്റെയിലിംഗ് അറിയാം, IS കോഡ് അറിയാമെങ്കിൽ പോലും അവർ ചിലപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത് വാസ്തുവിനായിരിക്കും. അപ്പം അവരെ വിഷമിപ്പിക്കാതെ, അവരുടെ ഒരു ആഗ്രഹത്തെയും നമ്മൾ എന്താ പറയുക, ഒരു ബിലിറ്റിൽ ചെയ്ത് കാണാതെ, എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ദെയർ ഇമോഷൻസ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്, വി ആർ ബീങ് പാർട്ട് ഓഫ് ദെയർ ഡ്രീം പ്രോജക്റ്റ്. സോ അത് കൺസിഡർ ചെയ്തിട്ട് ഡിപ്ലോമാറ്റിക്കലി ഒരു സൈറ്റിൽ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്ന ഒരു സ്കിൽ ഇസ് വാട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും മാറി ഫീൽഡിലേക്കുള്ള ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. ഓക്കെ മാം, മാമിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്,
റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ബിൽഡിങ്സ് ബിൽഡ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ മൂന്നിൽ നിന്നും ഏതൊരു ബിൽഡിംഗ് ആയിരിക്കും മാം ചൂസ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി നമുക്കൊരു കമേഴ്ഷ്യൽ വയബിലിറ്റി നോക്കുവാണ്, ഞാൻ പ്രോഫിറ്റ് ബേസിസിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കമേഴ്ഷ്യൽ പ്രോജക്ട്സ് ആയിരിക്കും നല്ലത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഓൾവേസ് പ്രിഫർ ടു ബി പാർട്ട് ഓഫ് റെസിഡൻഷ്യൽ പ്രോജക്ട്സ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ പോലും, ആസ് ഐ സെഡ് ബിഫോർ, ലൈക്ക് ഒരാളുടെ ഒരു സാധാരണ ഏതൊരാൾക്കും എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പം വൺ ഓഫ് ദ ആഗ്രഹങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ് എനിക്കൊരു വീട് വേണം, എനിക്ക് നല്ലൊരു വീട് വാങ്ങണം, അല്ലെങ്കിൽ വീട് വെക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബേസിക്, വൺ ഓഫ് ദ ഹ്യൂമൻ ബേസിക് നീഡ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ഷെൽട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷെൽട്ടർ പണിയാനായിട്ടുള്ള ഒരു, ഫോർച്ചുനേറ്റ്ലി നമുക്ക് സിവിൽ എൻജിനീയേഴ്സിനാണ് അതിനൊരു ഭാഗ്യം കിട്ടുക. അപ്പോൾ വൺ ഓഫ് ദി മോസ്റ്റ് എന്താ പറയുക ബ്ലെസ്ഡ് പ്രൊഫഷനായിട്ട് ഞാൻ കാണുന്നത് വെൻ എവർ ഐ ആം ബീങ് പാർട്ട് ഓഫ് റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ആണ്. സോ അവരുടെ ആഗ്രഹങ്ങൾ, സോ ദ വേ വി ബിൽഡ് റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ലൈക്ക് നമ്മൾ ആ ഡിസൈൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് വി ഡു ഹാവ് ആർക്കിടെക്ചറൽ വിങ് വിത്തിൻ അവർ കമ്പനി. ബിക്കോസ് നമുക്ക് ഒരു വീടിൻ്റെ ഡിസൈൻ തുടങ്ങുമ്പോൾ തന്നെ അവരുടെ വീട്ടിലേക്ക് പോയി അവരുടെ ആ സ്പേസ് മനസ്സിലാക്കി, അതിനകത്ത് ആ വീട്ടിൽ താമസിക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്ത് അവർ ഓരോരുത്തരുടെയും ക്യാരക്ടർ മനസ്സിലാക്കി അവരുടെ നീഡ്സ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഡിസൈൻ ചെയ്യുമ്പോൾ ദെൻ ഓൺലി ഇറ്റ് വിൽ ബി എ ഹോം, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് എ ബിൽഡിങ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ലോട്ട് ഓഫ് കോംപ്ലിക്കേഷൻസ് ഇൻവോൾവ് ആണ്. ഒരുപാട് പേരുടെ ഒപ്പീനിയൻസ് അതിനകത്ത് വരും. ഇതിൻ്റെ ഇടയിലുള്ള ഇമോഷൻസ്, പല കാര്യങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമെങ്കിലും ഐ ഓൾവേസ് ലവ് ടു ബി പാർട്ട് ഓഫ് റെസിഡൻഷ്യൽ പ്രോജക്റ്റ്. ബട്ട് പ്രോഫിറ്റ് വൈസ് ഓഫ് കോഴ്സ് കമേഴ്ഷ്യൽ ആൻഡ് പ്രോഫിറ്റ് വൈസ് അല്ല, നമ്മളിപ്പോൾ ഒരു പബ്ലിക്കുമായിട്ട് റീച്ച് ആവണമെങ്കിൽ നമ്മളൊരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ളൊരു ബിൽഡിംഗ്. ഡെഫിനറ്റ്ലി. ഇപ്പോൾ റീസെൻ്റ്ലി വി വേർ ഡൂയിങ് എ ഫാക്ടറി പ്രോജക്റ്റ്. അപ്പോൾ അതിനകത്ത് അതിനകത്ത് ഫാക്ടറി ഫ്ലോസ്, അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എല്ലാം കണക്റ്റഡ് ആയിട്ട് വരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റീം ലൈൻസ്, അതിൻ്റെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈൻ ഒക്കെ വരുമ്പോഴത്തേക്കും ദെൻ വി ആർ ഗെറ്റിംഗ് എ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഓഫ് സ്ട്രക്ചറൽ ഡിസൈൻ. ഇത് റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ ഒന്നും നമുക്ക് കിട്ടാത്തൊരു എക്സ്പോഷർ കിട്ടണമെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സിലാണ് കിട്ടാറ്. മെഷീൻ ഫൗണ്ടേഷൻ ഡിസൈൻസ്, അതിനകത്ത് കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും ക്വാളിറ്റിയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ബട്ട് ക്വാളിറ്റിക്ക് എത്രമാത്രം ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സിൽ ക്ലയൻറ്റ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി ഗിവിങ് പ്രയോറിറ്റി ടു ടൈംലി കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. അപ്പോൾ അവിടെയാണ് ഡിഫറൻസ് വരുന്നത്. ഏതിൽ ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്, ക്ലയൻറ്റിൻ്റെ നീഡ്സ്, അത് മാച്ച് ചെയ്ത് പോകാൻ നോക്കുമ്പോൾ ദ വേ വി ആർ ഗെറ്റിംഗ് എക്സ്പോസ് ടു ദ ഡിഫറെൻറ്റ് സിനാരിയോസ് ഓഫ് സ്ട്രക്ചറൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഓരോന്നിലും പ്ലസും മൈനസും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്ട്രക്ചറൽ എക്സ്പോഷർ കിട്ടുന്നത് ഓഫ് കോഴ്സ് കമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ തന്നെയാണ്. ഒരുപാട് പേര് നമ്മളിപ്പോൾ സ്ട്രക്ചേഴ്സ് ചെയ്തിട്ട് ഒരുപാട് മിസ്റ്റേക്സ് പറ്റി ഓരോ നമ്മൾ റീസൺ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പേര് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ ഈ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പ്രോജക്ട്സ് അവർ എപ്പോഴും ഇൻട്രസ്റ്റഡ് ആണോ ചെയ്യാൻ വേണ്ടി? ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്കിപ്പോൾ ഐ ഹാവ് സീൻ പീപ്പിൾ ഹു ആർ ഹെസിറ്റേറ്റിംഗ് ടു ടേക്ക് റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ബിക്കോസ് ലോട്ട് ഓഫ് ഹെഡേക്സ് അതിനകത്തുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ളത്. ദാറ്റ് ഈസ് എ ട്രൂത്ത് ടു, ബിക്കോസ് ആസ് യു സെഡ് ബിഫോർ, എപ്പോഴും ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ചിലപ്പോൾ കൊടുക്കുന്നത് വീടിൻ്റെ ഭംഗിക്കായിരിക്കും. ഈവൻ ക്ലയൻസ് പോലും ചിലപ്പോഴും ഭംഗിക്ക് പ്രയോറിറ്റി കൊടുക്കും. ബട്ട് വെൻ വി സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ആർ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ എ പ്രൊജക്റ്റ്, വി വിൽ ബി ഗിവിങ് ഈക്വൽ ഇമ്പോർട്ടൻസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് ബിൽഡിങ്ങിൻ്റെ ലൈഫിനായിരിക്കും. സോ വി വിൽ നോട്ട് ബി റെഡി ടു കോംപ്രമൈസ് ഓൺ സെർട്ടൻ തിങ്സ് ലൈക്ക് ഫൗണ്ടേഷൻ്റെ ഡെപ്ത് ആയിക്കോട്ടെ, പില്ലറിൻ്റെ സൈസ് ആയിക്കോട്ടെ, അതിനകത്ത് കോംപ്രമൈസസ്. ഇപ്പം ചില സമയത്ത് നമുക്ക് ഇവിടെ ഒരു പില്ലർ വരാനേ പാടില്ല, ഇതൊന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുന്നതായ കേസസ് ഉണ്ട്. സോ ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ, ഡെഫിനറ്റ്ലി സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യാത്ത ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ടേക്ക് ഇറ്റ് അപ്പ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ലോങ് ടൈമിൽ നോക്കുമ്പോൾ അതത്ര നല്ലതല്ല, ബിൽഡിങ്ങിൻ്റെ ലൈഫിന് അത് നന്നാവില്ല എന്നുണ്ടെങ്കിൽ വി വിൽ വെരി സ്പെസിഫിക്കലി മെൻഷൻ ഇറ്റ്. അപ്പോൾ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ
അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പം അത് ഒഴിവാക്കാനുള്ള വേറെ മെത്തഡോളജീസ് ഉണ്ട്. ഇപ്പോൾ കോളം ആ ഭാഗത്ത് വരാനേ പാടില്ല. ദർ ആർ ന്യൂ ടെക്നിക്സ് അവൈലബിൾ. അത് അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഇപ്പോൾ പോസ്റ്റ് ടെൻഷനിങ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ കോളം അവോയ്ഡ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ നോക്കുമ്പോൾ അതിൻ്റെ ആ കോസ്റ്റ് എസ്കലേഷൻ എടുക്കാനായിട്ട് ക്ലയൻറ്റ് തയ്യാറാവണം എന്നും ഇല്ല. അപ്പോൾ അവിടെയാണ് നമ്മൾക്കൊരു ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ റിയൽ റോള് വരുന്നത്. ലൈക്ക് വി ഹാവ് ടു കൺവിൻസ് ദ ക്ലയൻറ്റ്, വി ഹാവ് ടു കൺവിൻസ് ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഇസ് എൻ എക്സ്റ്റേണൽ ആർക്കിടെക്റ്റ് ആണെങ്കിൽ അവരോടും അത് പറഞ്ഞ് മനസ്സിലാക്കി വേണ്ടതായ ചേഞ്ചസ് ഡിസൈനിൽ വരുത്തി വിത്തൗട്ട് കോംപ്രമൈസിങ് അറ്റ് എനി കോസ്റ്റ്. ഡോണ്ട് കോംപ്രമൈസ് ഓൺ സേഫ്റ്റി ഓഫ് ദ സ്ട്രക്ചർ. ദാറ്റ് ഇസ് ദ ഫണ്ടമെൻ്റൽ തിങ് വി ഹാവ് ടു ഫോളോ.